വയനാട് പുൽപ്പള്ളിയിലെ കള്ളക്കേസിൽ യഥാർത്ഥ പ്രതികളെ തേടുകയാണ് പോലീസ്. പകരം കിട്ടിയ ഒരാളെ 17 ദിവസം അകത്തിട്ടിട്ടുണ്ടായിരുന്നു. തങ്കച്ചൻ എന്നാണ് പേര്. തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും എത്തിച്ചത് ആരാണ് എന്ന് ഇതുവരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അടക്കമുള്ളവരാണ് തന്നെ കുടുക്കിയതെന്നാണ് തങ്കച്ചൻ ആവർത്തിക്കുന്നത്. എന്നാൽ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. ദീപക്, 17 ദിവസമാണ് തങ്കച്ചൻ ജയിലിൽ കിടന്നത് താൻ ചെയ്യാത്ത കുറ്റത്തിന്. ഈ തങ്കച്ചന്റെ കാറിന്റെ അവിടെ വീട്ടിന്റെ അവിടെ ഈ തോട്ടയടക്കമുള്ള സ്ഫോടക വസ്തുക്കളും മദ്യക്കുപ്പികളും കൊണ്ടുവച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്താണ്? തങ്കച്ചനെ വെറുതെ വിട്ടു, ആരാണ് ഇതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയത്? അന്വേഷണം അങ്ങോട്ടൊക്കെ പോകുമോ? അതുപോലെ ഈ തങ്കച്ചൻ പറഞ്ഞിട്ടുള്ളതുപോലെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നു, അതിലെ ഒരു വിഭാഗമാണ് തന്നെ ചതിച്ചതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ തങ്കച്ചൻ പറയുന്നത്. അന്വേഷണം അങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ടോ ദീപക്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മുള്ളൻകൊല്ലിയിൽ ഉള്ള ഈ കോൺഗ്രസിലെ തമ്മിലടി പരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ളൊരു ആരോപണം നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കള്ളക്കേസിൽ കുടുക്കി എന്നുള്ളൊരു വിവരം പുറത്തു വന്നതും പിന്നീട് 17 ദിവസം നിരപരാധിയായ ഒരു കർഷകൻ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യവും വന്നത്. ഇന്നിപ്പോൾ ഈ തങ്കച്ചന്റെ വീട്ടിൽ കാർപോർച്ചിൽ നിന്ന് ലഭിച്ച സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ മദ്യവുമായി ബന്ധപ്പെട്ട് ആരാണ് കൊണ്ടുവന്ന് വെച്ചത്, അതുപോലെ തന്നെ അത് ആർക്കാണ് കൈമാറിയതെന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു പ്രതിയായിട്ടുള്ള ഈ കർണാടകയിൽ നിന്ന് മദ്യം വാങ്ങിക്കൊണ്ടുവന്ന പുൽപ്പള്ളി സ്വദേശിയായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ പ്രസാദ് ഈ സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ മദ്യവും ആർക്കാണ് കൈമാറിയത്, തങ്കച്ചന്റെ വീട്ടിലെ കാർപോർച്ചിന് പിറകു ഭാഗത്തേക്ക് ഇതാരാണ് കൊണ്ടുപോയി വെച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതാരാണ് ചെയ്യിപ്പിച്ചത്, ഇതിന്റെ ഗൂഢാലോചന കോൺഗ്രസിന്റെ നേതൃത്വമാണ് ചെയ്തതെന്ന് തങ്കച്ചൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അടക്കം ഉൾപ്പെട്ടാണ് തന്നെ ഈ കള്ളക്കേസിൽ പെടുത്തിയതെന്നും ഇന്നലെ തങ്കച്ചൻ പ്രതികരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം പോലീസ് ഇന്ന് അന്വേഷിക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്യും ഉള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും 17 ദിവസമാണ് നിരപരാധിയായ ഈ തങ്കച്ചൻ ജയിലിൽ കിടന്നത്. വീടിന്റെ തൊട്ട് മുൻപിൽ, അതായത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്, റോഡിന് തൊട്ടരികിനോട് ചേർന്ന് തന്നെയാണ് വീട്. മതിലുകളൊന്നുമില്ല. എളുപ്പത്തിൽ തന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് ഈ കാർപോർച്ചിന് തൊട്ടടുത്ത ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കാമെന്ന് അന്നേ തന്നെ കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇങ്ങനെയൊരു ഈ കേസിൽ പെടുത്തിയതാണ് എന്നുള്ള വിവരം പോലീസിന് മനസ്സിലായത്. അതനുസരിച്ചാണ് കൃത്യമായ ഫോൺ കോളുകൾ പരിശോധിച്ച ഈ പ്രസാദിനെ അറസ്റ്റ് ചെയ്തത്. ഇനി അറിയേണ്ടത് ആരാണ് കൊണ്ടുപോയി വെച്ചത്, ആർക്കാണ് പ്രസാദ് ഇത് കൈമാറിയത്, അതോടൊപ്പം കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടെങ്കിൽ ആരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്നുള്ള വിവരമാണ് ഇന്നിപ്പോൾ പുറത്തു വരേണ്ടത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിരോധത്തിലേക്ക് വയനാട് ഈ മുള്ളൻകൊല്ലിയിൽ അടക്കം പുൽപ്പള്ളിയിൽ അടക്കം പോയിരിക്കുന്നു. കാരണം പുൽപ്പള്ളി മുള്ളൻകൊല്ലി എന്ന് പറയുന്നത് വയനാട്ടിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. പടലപ്പിണക്കങ്ങളും തമ്മിലടിയും ഒരുപാട് നാളുകളായി ഉണ്ടാകുന്നു. കഴിഞ്ഞ ജൂലൈയിൽ കോൺഗ്രസിന്റെ ഈ അവലോകന യോഗത്തിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചനെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കള്ളക്കേസിൽ പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അരുൺ.